ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ ഇളനീർക്കുഴമ്പിനെ കുറിച്ചുള്ളതാണ്. പലരും ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. ഇളനീർക്കുഴമ്പ് നമ്മുടെ സാധാരണ എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പക്ഷെ പലരും ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇളനീർക്കുഴമ്പ് ആയുർവേദത്തിലെ അഞ്ജനത്തിലാണ് പറയുന്നത്, അഞ്ജനമായിട്ടാണ് പറയുന്നത്. അഞ്ജനം നിത്യേന ഉപയോഗിക്കേണ്ട ഒരഞ്ജനമായിട്ടാണ് ഇളനീർക്കുഴമ്പിനെ കണക്കാക്കുന്നത്. ഈ അഞ്ജനം എന്ന് പറയുന്നത് ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമായിട്ടാണ് പറയുന്നത്. നസ്യം കഴിഞ്ഞിട്ട് ഡെയിലി രാവിലെ നസ്യം കഴിഞ്ഞിട്ടാണ് അഞ്ജനം ചെയ്യാൻ വേണ്ടി ദിനചര്യയിൽ പറയുന്നത്. അപ്പോൾ ഈ അഞ്ജനം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കണ്ണിലുണ്ടാകുന്ന അഴുക്കുകളെ പുറന്തള്ളാനും അതുപോലെ കണ്ണിന് നല്ലൊരു കുളിർമയും കാഴ്ച ശക്തി കൂട്ടാനും, അതായത് കാഴ്ച നല്ല ക്ലിയർ ആക്കാനും ഈ ഒരു ഇളനീർക്കുഴമ്പ് സഹായിക്കുന്നുണ്ട്. പലർക്കും ഇത് ഉപയോഗിക്കാനുള്ള ഒരു മടി എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന എരിച്ചിലാണ്. വളരെയധികം നീറ്റൽ അനുഭവപ്പെടും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ആ നീറ്റൽ മാറിക്കഴിയുമ്പോൾ കണ്ണിന് നമുക്ക് നല്ലൊരു റിലാക്സേഷനും അതുപോലെ തന്നെ നല്ലൊരു കുളിർമയും തണുപ്പും ഒക്കെ കിട്ടുന്നതാണ്. നമ്മൾ കണ്ണ് എപ്പോഴും യൂസ് ചെയ്ത് ചെയ്യുന്ന കമ്പ്യൂട്ടർ വർക്ക്സൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കണ്ണിന് വളരെയധികം റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഇത് ആ ഒരു നീറ്റൽ ഒഴിവാക്കിയാൽ ഇത് വളരെ നല്ല ഔഷധം തന്നെയാണ്. അപ്പോൾ ഇത് ഇനി നമ്മുടെ കണ്ണിനുണ്ടാവുന്ന പ്രൊട്ടക്ഷൻ, നമുക്കിപ്പോൾ എന്തെങ്കിലും ടോക്സിൻസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ഈ തിമിരമൊക്കെ വരാറായവരിലാണെങ്കിൽ തിമിരം വരുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ, അത് പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് കുരുക്കൾ വരുന്നവരുണ്ട്. ഇങ്ങനെയുള്ള കുരുക്കൾ, അതുപോലെ കോർണിയൽ അൾസേഴ്സ്, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാഴ്ചശക്തി കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കതൊരു പ്രിക്കോഷൻ എന്ന നിലയിൽ നമുക്ക് ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കണ്ണ് ചുവന്നിരിക്കുക, അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വരിക, അതുപോലെ കണ്ണിൽ പൊടി പോവുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലരും ഇളനീർക്കുഴമ്പ് ഒഴിച്ച് കാണാറുണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഇളനീർക്കുഴമ്പ് ഒഴിക്കരുത്. അത് വളരെ തെറ്റായ പ്രവണതയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ണിന് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. അതല്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഹെൽത്തി ആയ കണ്ണാണെങ്കിൽ നിങ്ങൾക്കത് ഇതൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കണ്ണിൻ്റെ ആരോഗ്യം കൂട്ടാനും അതുപോലെ കണ്ണിൻ്റെ കാഴ്ച ക്ലിയർ ആവാനും കണ്ണിലുണ്ടാകുന്ന ടോക്സിൻസ് കുറക്കാനും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കണ്ട് മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. ഈ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴൊന്നും ഈ ഒരു ഇളനീർക്കുഴമ്പ് ഡയറക്റ്റ് ആരുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്. ആയുർവേദത്തിലെ ഈ ഒരു ഇളനീർക്കുഴമ്പിന് 3 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്: ലേഖനം, രോപണം, പ്രസാദനം. ലേഖനം എന്ന് പറഞ്ഞാൽ സ്ക്രേപ്പിംഗ് ആണ്. അതായത് നമുക്ക് കുരുക്കൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്രോത്ത് ഒക്കെ കണ്ണിലുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അതുപോലെ രോപണ എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ്. കണ്ണിന് ബലം ഉണ്ടാവാനും കണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ ഒരു ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് പ്രസാദനമാണ്. പ്രസാദനം എന്ന് പറയുന്നത് റിലാക്സിങ് ആണ്. കണ്ണിൻ്റെ കാഴ്ച നല്ല ക്ലിയർ ആവാനും അതുപോലെ തന്നെ കണ്ണിലുണ്ടാവുന്ന ടോക്സിൻസ് ഒക്കെ പുറന്തള്ളി കണ്ണിനൊരു നല്ലൊരു റിലാക്സിങ് എഫക്റ്റ്, കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു 3 ഫങ്ഷൻസ് ആണ് നമ്മുടെ ഇളനീർക്കുഴമ്പിനുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് 10 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ 80 വയസ്സ് വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മരമഞ്ഞൾ, ത്രിഫല, അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്നത് ഇരട്ടി മധുരമാണ്. ഈ 3ഉം കൂടെ ഇളനീരിലാണ് കഷായം വെക്കുന്നത്. ഇളനീരിൽ കഷായം വെച്ച് കുറുക്കി അതിലോട്ട് പച്ചക്കർപ്പൂരവും അതുപോലെ തന്നെ ഇന്ദുപ്പും കൂടെ അരച്ച് ചേർത്തിട്ട് അതിൽ തേനും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കുഴമ്പ് പരുവത്തിലുള്ള ഇളനീർ കുഴമ്പ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇളനീർ കുഴമ്പ് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. വളരെ വൃത്തിയിൽ തയ്യാറാക്കുന്ന ഔഷധശാലകളുടെ മരുന്നുകൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ ഒരുപാട് ലോക്കൽ ഇളനീർക്കുഴമ്പുകളും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിക്കരുത്. കോട്ടക്കൽ, വൈദ്യരത്നം, ഔഷധി പോലുള്ള നല്ല നല്ല ഔഷധശാലകളുടെ മരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇനി ഇത് എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. പലരും ഡയറക്റ്റ് കണ്ണിൻ്റെ നടുവിലേക്ക് ഒഴിക്കുന്നത് കാണാറുണ്ട്. ഇത് വളരെ തെറ്റാണ്. ഇങ്ങനെ നടുവിലേക്ക് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഏറ്റവും നല്ലത് ഇത് വിരലുകളിൽ എടുത്ത് കണ്ണ് എഴുതുന്നത് പോലെ എഴുതി കൊടുക്കുന്നതാണ്. അതായത് കണ്ണിൻ്റെ ഈ ഒരു കോർണറിൽ നിന്ന് പുറത്തോട്ട് എഴുതി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തുള്ളി കയ്യിലെടുക്കാം, എന്നിട്ട് അത് 2 വിരലിലാക്കി 2 കണ്ണുകളിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി വലിയവർക്കൊക്കെ ആണെങ്കിൽ 2 തുള്ളി എടുക്കാം. ഒരു കണ്ണിലേക്ക് ഒരു തുള്ളിയും അതുപോലെ മറ്റേ കണ്ണിലേക്ക് മറ്റൊരു തുള്ളിയും എടുക്കാം. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 കണ്ണിലും വേറെ വേറെ വിരൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഒരു വിരൽ കൊണ്ട് തന്നെ ഈ കണ്ണിൽ എഴുതി അത് തന്നെ ഇതിലും കൂടെ എഴുതരുത്. ഇതിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 വിരലിലായിട്ട് എടുത്തിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒഴിക്കുന്നതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് കൺപോളയുടെ ഉള്ളിലേക്ക് പോള ഇങ്ങനെ വലിച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മലർന്നു കിടന്ന കണ്ണിൻ്റെ ഡയറക്റ്റ് നടുവിലേക്ക് ഒഴിക്കരുത്. കണ്ണിൻ്റെ പോളയ്ക്ക് ഉള്ളിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചിട്ട് 1-2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തതിന് ശേഷം കണ്ണടച്ചിട്ട് കൃഷ്ണമണി നമുക്ക് ചുറ്റും ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 തവണ ഒന്ന് കറക്കുക കൃഷ്ണമണി. അതിനുശേഷം കണ്ണ് തുറന്നിട്ട് 2-3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. കണ്ണ് നമ്മൾ എഴുതിയ ഇളനീർ കുഴമ്പും അതോടൊപ്പം തന്നെ കണ്ണിലുണ്ടാവുന്ന അഴുക്കുകളും ഒക്കെ ഒഴുകി പോകുന്നതാണ്. ഇനി ഇങ്ങനെ നിങ്ങൾ കണ്ണെഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പഞ്ഞി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കണ്ണിന് ചുറ്റും ഒന്ന് തോർത്തി കൊടുത്തതിന് ശേഷം കണ്ണെഴുതുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഇത് എപ്പോഴും ചെയ്യുമ്പോൾ നമുക്കിത് പോസിബിൾ ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി ഇത് കണ്ണിന്ന് ഒഴുകി കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ പോയി മുഖം കഴുകരുത്. അത് തുടച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മുഖം കഴുകിക്കളയാം. ഇനി ഇത് ഏത് സമയത്താണ് എഴുതുന്നത് നല്ലതെന്ന് ചോദിച്ചാൽ രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 മണി കഴിഞ്ഞിട്ട് എഴുതാം, 7 മണി 8 മണിക്കുള്ളിൽ എഴുതാം. അതല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു 4-5 മണിക്കുള്ളിൽ എഴുതാം. ഒരു 5 മണി കഴിഞ്ഞിട്ട് എഴുതാതിരിക്കുക. ഇതാണ് ഇതിന് പറ്റിയൊരു സമയം. രാവിലെയാണ് ഏറ്റവും നല്ലത് എഴുതുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ ഇനി ഇത് ചെയ്തു കൂടാത്ത ചിലവരുണ്ട്. അതാരൊക്കെയാണെന്ന് വെച്ചാൽ ദഹന പ്രശ്നങ്ങളുള്ള സമയത്താണെങ്കിൽ ഇത് കണ്ണിൽ ഒഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ജലദോഷം, പനി എന്നിവ ഉള്ള സമയത്ത്, അതുപോലെ മദ്യപാനം ചെയ്തതിന് ശേഷം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയൊക്കെ ഒരുപാട് സമയം ഉറക്കം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ഓൾറെഡി ടയർഡായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലും ഇത് നിങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ കണ്ണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ കണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് ചുമന്നിരിക്കുന്ന സമയത്ത്, പൊടി പോയ സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും വൈദ്യനിർദ്ദേശം ഇല്ലാതെ നിങ്ങൾ ഇളനീർ കുഴമ്പ് ഒഴിക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.